പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ശൂനോയ നോയമ്പിലെ 3-ാം ദിവസം നമ്മൾ ഇന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ച് നോക്കണം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് വെച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും മാതാവ് ചിന്തിച്ചിട്ടുള്ളത്? ഒന്ന്, മാതാവിൻ്റെ ആദ്യത്തെ ചിന്ത കർത്താവായ യേശു മിശിഹായെ കുറിച്ചായിരിക്കും. രണ്ടാമത്തെ ചിന്ത നാളെ സത്യവിശ്വാസം സ്വീകരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിനെ കുറിച്ചായിരിക്കും. മൂന്നാമത്തത്, തൻ്റെ കർത്താവായ യേശു മിശിഹ പഠിപ്പിച്ച സത്യങ്ങളും സത്യത്തിൽ തന്നെ ഇന്നും നമ്മൾ ജീവിക്കുമോ അതോ സത്യത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമോ, ലോകത്തിൻ്റെ അവസ്ഥ, ഇതെല്ലാമായിരിക്കും മാതാവ് ചിന്തിച്ചത്. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ ചിന്തയിൽ നമ്മൾക്കും ഒന്ന് ചിന്തിച്ച് നോക്കണം. ഒരു പക്ഷേ ദൈവത്തിൻ്റെ അമ്മ, ഈശോയുടെ അമ്മ ഇത്രയധികം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ഇന്നും ജീവിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും, സത്യവിശ്വാസത്തിൽ ജീവിക്കുന്നവർ, സത്യവിശ്വാസം ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നവർ, പക്ഷെ ഇന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെ പാപത്തിലേക്ക് വീണു പോകുന്നുണ്ട്. അപ്പോൾ മാതാവ് ഇത്ര അധികം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതിലേറെ ചിന്തിക്കണം, അതിലേറെ വിശ്വാസം വളർത്തണം, അതിലേറെ നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കണം. അമ്മേൻ്റെ ജീവിതത്തിൽ അമ്മ രക്ഷകനായ ഈശോയെ പ്രസവിച്ച ശേഷം ഈ രക്ഷകനായ ഈശോ ലോകത്തിലെല്ലാവർക്കും പ്രകാശമായി തീരുന്നത് പോലെ ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോ വ്യക്തികളും മാമോദീസ മുഖേന സഭ നമ്മളെ സ്വീകരിച്ച ആ നിമിഷം മുതൽ നമ്മളും എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രകാശം പകർന്നു നൽകണം. ഈ ഒരു ചിന്തയാണ് ഇന്ന് മാതാവ് നമ്മളുമായി പങ്കുവെക്കുന്നത്. നമുക്ക് പ്രത്യേകം നമ്മുടെ ജീവിതം പ്രാർത്ഥനയിലായിരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മൾ ഒന്ന് നോക്കാം. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു പദ്ധതിയാണ് ദൈവത്തിൻ്റെ അടുത്തുള്ളത്. മാതാവ് ഇതുതന്നെയാണ് ചിന്തിച്ചത്. ഞാൻ ഈ രക്ഷകനെ ലോകത്തിലേക്ക് ഞാൻ പ്രസവിക്കുമ്പോൾ, ഈ രക്ഷകൻ ലോകത്തിൽ രക്ഷിക്കുമ്പോൾ എല്ലാവർക്കും പ്രത്യാശ, എല്ലാവർക്കും രക്ഷ ലഭിക്കും. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ നോയമ്പ് അനുഗ്രഹത്തിൽ തന്നെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ധാരാളം